ലോകത്തിൽ തന്നെ രോഗപ്രതിരോധത്തിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നതിന് നിരവധി കാരണങ്ങളാണുള്ളത്. സാമൂഹിക ബോധത്തിനും പൊതു ആരോഗ്യ മികവിനുമൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മേന്മകളെയും ലോകമൊട്ടാകെ വാഴ്ത്തപ്പെടുന്നുണ്ട്. അതിൽ സുപ്രധാന സാന്നിധ്യം സ്പൈസസിന് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഈ കോവിഡ് കാലത്ത് മറ്റു രാജ്യങ്ങളിലുള്ളവർ സ്പൈസസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എത്രത്തോളം വാചാലരാകുന്നു എന്നതിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് 40 വർഷമായി ലോകത്ത് പലയിടത്തായി ബിസിനസ്സുകൾ നടത്തിവരുന്ന വർഗീസ് മൂളൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഡയറക്ടറായ വർഗീസ് മൂളൻ. ഞാൻ ഡോക്ടർ വർഗീസ് മൂളൻ. 40 വർഷമായിട്ട് ഞാനൊരു വിദേശ മലയാളിയാണ്. അതുപോലെ സ്പൈസസിനെ ബേസ് ചെയ്ത് തുടങ്ങിയ 1985 ആരംഭിച്ച വർഗീസ് മൂളൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനാണ്. ഈ കമ്പനിയിൽ ഇന്ത്യയിലും ദുബായിലും സൗദിയിലെല്ലാം കമ്പനികളും ഫാക്ടറികളും അതുപോലെ ഏതാണ്ട് 2 ഡസനിലധികം രാജ്യങ്ങളിൽ അതിൻ്റെ നെറ്റ്വർക്കുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്പൈസസ് ബോർഡിൻ്റെ നാഷണൽ വൈസ് ചെയർമാനാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പം ഈ സ്പൈസസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലുള്ളവർ, അതായത് സൗത്ത് ഏഷ്യൻ കൺട്രീസ്, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, അതുപോലെ ബംഗ്ലാദേശ് അധികം വരുന്നില്ല, പിന്നെ ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ളവർക്ക് അതേ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവർക്ക് ബാധിക്കുന്ന അതേ പശ്ചാത്തലത്തിൽ കോവിഡ് വരികയാണെങ്കിൽ, അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്പൈസസ് ഉപയോഗിക്കുന്ന സൗത്ത് ഏഷ്യൻ രാജ്യക്കാർക്ക് കൂടുതൽ പ്രതിരോധ ശക്തി ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതായത് സ്പൈസസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, എല്ലാവരുമായിട്ടുള്ള ഷെയർ ചെയ്തേക്കുന്ന ആളുകൾ പറഞ്ഞ് അവരുടെ അനുഭവം പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എക്സ്പീരിയൻസാണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർ ക്യാപിറ്റ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും തലയെണ്ണി അനുസരിച്ച് ഉള്ള ഓരോ രാജ്യത്തെയും പോപ്പുലേഷൻ അനുസരിച്ച് ഉള്ള കോവിഡിൻ്റെ അറ്റാക്കിൻ്റെ കണക്കെടുത്താലും ആ അറ്റാക്ക് വന്നതിന് ശേഷം അതിനകത്ത് വന്ന മരണങ്ങളുടെ കണക്കെടുത്താലും ഈ സ്പൈസസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിലുള്ളവർക്ക് ജനസംഖ്യ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുറവാണ് കോവിഡിൻ്റെ അറ്റാക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ 3.5 കോടിയുള്ള നമ്മുടെ മലയാളികൾ എത്ര പേര് മരിച്ചിട്ടുണ്ട്? അങ്ങേറ്റം ഒരു 200, അത് ഗൾഫിൽ മരിച്ചിട്ടുണ്ട് 200 പേരോ 220 പേരോ മറ്റാണ് മരിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കയ്യിൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. 10-20 പേരാണ് ഇവിടെ ഉള്ളത്, കേരളത്തിൽ മരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ശ്രീലങ്കയിലും കുറവാണെന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ സ്പൈസസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ആളുകൾക്ക് ഇതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ശരിക്കും എല്ലാം ഇത് മനസ്സിലായിട്ടുണ്ട്, അവരത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൺ മലയാളി ഡോക്ടേഴ്സ്, സൗത്ത് ഇന്ത്യൻ ഡോക്ടേഴ്സും മറ്റുള്ള ഈ കോവിഡ് രോഗികളോട് അറിയാവുന്നവരോട് പറയുന്നത്, നിങ്ങൾ വേറൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നല്ല രീതിയിൽ സ്പൈസ് ടീ അല്ലെങ്കിൽ ജിഞ്ചർ ടീ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചുക്ക് കാപ്പി അത് കുടിച്ചിട്ട് നിങ്ങളെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങളതുപോലെ തന്നെ നിങ്ങളത് മറ്റുള്ളവർക്ക് ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഈ രോഗം പകർത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീടുകളിൽ റെസ്റ്റ് എടുക്കുക, ആവുന്ന റെസ്റ്റ് ഇതെടുക്കുക, ചൂടുവെള്ളം അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് കുടിക്കുക, സ്പൈസസിൻ്റെ അതിൻ്റെ കാപ്പി കുടിക്കുക, അത് നിങ്ങൾ റെസ്റ്റ് എടുക്കുക. അങ്ങനെ ആൾക്കാർ വളരെ പെട്ടെന്ന് ഏതാണ്ടെന്ന് വെച്ചാൽ ഏറ്റവും ഒരു 10 ദിവസം മുതൽ 12 ദിവസത്തിനുള്ളിൽ വരെ കോവിഡ് മാറി ഇതിനകത്ത് പൂർവ്വനിലയിലേക്ക് വന്നേക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ട്സുണ്ട്, വിളിച്ച് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ആയുർവേദത്തിൻ്റെ അടിസ്ഥാനം കേരളമാണ്. ലോകം മുഴുവനും എല്ലാവരും ആയുർവേദത്തിന് വേണ്ടി വരുന്നത് ഇവിടെയാണ്. അതിനാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനം. ആയുർവേദിക് മരുന്നുകളാണ് നമ്മൾ ഈ പറയുന്ന സ്പൈസസ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമാണ് ഈ തിപ്പലി, കുരുമുളക്, ഏലം എന്ന് പറയുന്ന ഇതിൽ പെട്ടതാണ്. കഷായത്തിൻ്റെ അടിസ്ഥാനം. ചുക്കില്ലാത്ത കഷായമില്ല എന്നൊരു ഇതുവരെ പറയുന്നുണ്ട്. ആയുർവേദത്തിൻ്റെ ഏറ്റവും ബേസിക് അതാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരാണ് ശരിക്കും കേരളത്തിൽ ജനിക്കുക, ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഏറ്റവും മനോഹരമായ രാജ്യം, ഏറ്റവും നല്ല ആഹാര പദാർത്ഥങ്ങൾ, ഏറ്റവും നല്ല സ്പൈസസ്, ലോകത്തെ മുഴുവൻ സ്പൈസസ് അവരെ പറയുന്ന രുചി കൊടുക്കാൻ, നിറം കൊടുക്കാൻ, ഇത് പ്രത്യേകിച്ച് ആ ഒരു സുഗന്ധം കൊടുക്കാനും എല്ലാം സ്പൈസസ് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ഉറവിടമാണ് നമ്മുടെ ഈ കേരളം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുക. ഉള്ള സ്ഥലങ്ങൾ മുഴുവനും നമ്മൾ വളർത്തി കൂടുതൽ പണ്ടത്തെ ഉള്ളതിൻ്റെ സ്പൈസ് ഒരുപാട് കുറവുണ്ട്. അവിടുത്തെ പണ്ടത്തെ കപ്പാസിറ്റി അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ ഒരുപാട് കുറവുണ്ട്.
മറ്റ് രാജ്യങ്ങൾ ഈ സാഹചര്യം അല്ലാഞ്ഞിട്ട് കൂടി മറ്റുള്ള രാജ്യങ്ങൾ ഗോട്ടിമല പോലെ അല്ലെങ്കിൽ വിയറ്റ്നാം പോലെ മലേഷ്യ പോലെ ശ്രീലങ്ക പോലെ ആഫ്രിക്കയിലെ സാൻസിബർ പോലെ മറ്റേ ക്ലോസിന് വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, നമ്മൾ സ്പൈസസിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, വളർത്തി കൊണ്ടുവരുന്നതിന് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല. എല്ലാ സ്കൂളുകളിലും ഈ ഒരു ഇക്കോളജിക്കലായിട്ടുള്ള ഒരു അവബോധം, ഒരു കോൺഷ്യസ് എല്ലാ കുട്ടികൾക്കും എഡ്യൂക്കേഷൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകേണ്ടതാണ്. ഒരു കൃഷി, അതായത് ക്ലാസ്സിലെ ക്ലാസ്സിലെ സിലബസിൻ്റെ ഒപ്പം തന്നെ കാർഷികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ചെടി കൊടുത്ത് അത് ഹോംവർക്ക് പോലെ ചെയ്ത് ആ ചെടി വളർത്തിക്കൊണ്ടുവരുന്നതിന് അതിന് മാർക്ക് കൊടുക്കുന്ന രീതിയിൽ ഓരോ കുട്ടിക്കും, അതായത് മണ്ണായിട്ടും മഴയായിട്ടും വെയിലായിട്ടും പ്രകൃതിയായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കാനായിട്ടുള്ള, ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പ്രകൃതിയുടെ അടുക്കാനായിട്ടുള്ളൊരു അവസരം എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ ഈ സ്പൈസസിൻ്റെ അതൊരു നല്ലൊരു സാഹചര്യമാണത്. ഈ ഓരോ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഓരോ സ്കൂൾ വഴി ഞങ്ങൾ സെമിനാറെല്ലാം ചെയ്യണമെന്ന് പ്ലാനുണ്ട്. അപ്പോൾ എന്തൊരു സമയമുണ്ട്, ഇതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. മെയിൻ സ്കൂളുകളിലെല്ലാം പോയിട്ട് ഇതേപ്പറ്റി സ്പൈസസിനെ പറ്റി ഇത് ചെയ്യാനും അവരെ അവബോധപ്പെടുത്താനും കൂടുതൽ കുട്ടികൾക്ക് എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ക്ലാസ്സിലേക്ക് ഇത്ര വെച്ച് സീഡ്സ് കൊടുത്ത് അവരുടെ വീടുകളിലോ അല്ലെങ്കിൽ സ്കൂളിൽ തന്നെയോ ഇങ്ങനെ നട്ട് വളർത്തുക. ഇപ്പോൾ വരുന്നുണ്ടല്ലോ, ഇപ്പോൾ കൃഷി ഓരോ സ്കൂളുകളും സ്പോൺസർ ചെയ്ത് കൃഷി ചെയ്യുന്നുണ്ട്. അത് സ്പൈസസ് അങ്ങനെ ആക്കി കൊണ്ടുവരാനുള്ള ആലോചന ഓൾറെഡി നമ്മൾ ഇതിനകത്ത് പ്രൊപ്പോസൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് ബോർഡ് മീറ്റിങ്ങിൽ അത് ഓൾറെഡി ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോഴേക്കാണ് പിന്നെ കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം വന്ന് ഇപ്പോൾ എല്ലാം സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുന്നത്.